Hi dear friends, നിങ്ങളുടെ കയ്യിൽ ഒരു PowerPoint presentation ഉണ്ടോ? അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റുഡൻസിനോ ക്ലയന്റ്സിനോ അതുമല്ല ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യണോ? ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ ട്യൂട്ടോറിയൽ നിങ്ങളെ അതിനായി സഹായിക്കും. നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള PowerPoint എടുക്കാം. ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്ലൈഡുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് സ്ലൈഡ് ഷോ എന്നുള്ള ടാബിൽ പോവാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ 2 ഓപ്ഷൻസുകളുണ്ട്. റെക്കോർഡ് ഫ്രം കറന്റ് സ്ലൈഡ്, റെക്കോർഡ് ഫ്രം ബിഗിനിങ്. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റെക്കോർഡ് ഫ്രം ബിഗിനിങ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. അതിൽ ലെഫ്റ്റ് സൈഡിൽ റെക്കോർഡ്, സ്റ്റോപ്പ്, റീപ്ലേ എന്ന് പറഞ്ഞ 3 ബട്ടൺസുകൾ കാണാം. ഇവിടെ നോട്ട്സ്, ക്ലിയർ, സെറ്റിംഗ്സ്, താഴെയായിട്ട് പെൻ ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ധാരാളം കളേഴ്സുകൾ യു ക്യാൻ യൂസ്. ഇവിടെ മൈക്കിന്റെ ഐക്കൺ ഉണ്ട്, വീഡിയോന്റെ ഐക്കൺ ഉണ്ട്. വീഡിയോ ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. ഇനി റെക്കോർഡ് ചെയ്യാനുള്ള പ്രസ് ചെയ്യുക. റെക്കോർഡ് 1, 2. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു സിമ്പിൾ കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്ലൈഡ് റെക്കോർഡർ ആണ്. ഇനി അത് റീപ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് റീപ്ലേ ചെയ്തിട്ട് നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ക്ലിയർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാം. ക്ലിയർ റെക്കോർഡിംഗ്സ് ഉണ്ട് ഓൺ കറന്റ് സ്ലൈഡ്, ക്ലിയർ റെക്കോർഡിംഗ്സ് ഓൺ ഓൾ സ്ലൈഡ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇത് ഇഷ്ടമായില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിയർ ചെയ്യാം. ഇനി അഗൈൻ യു ഗോ ഫോർ റെക്കോർഡിംഗ്. റെക്കോർഡ് 1, 2. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, ഇതിൽ റെക്കോർഡ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അഗൈൻ യു റെക്കോർഡ് ഹിയർ. റെക്കോർഡ് 1, 2. നമ്മൾ റീപ്ലേ ചെയ്ത് നോക്കി. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ല നമുക്കിത് മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കറന്റ് സ്ലൈഡിൽ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും ക്ലിയർ ചെയ്യാം. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ വീഡിയോ കൂടി കൊടുക്കുകയാണെങ്കിൽ വീഡിയോന്റെ സിമ്പിൾ കൂടി ഇവിടെ വരുന്നതായിരിക്കും. ഞാനിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ അടുത്ത സ്ലൈഡും എടുത്തു. നമുക്ക് വേണ്ടത് റെക്കോർഡ് ചെയ്യാം. ദെൻ സ്റ്റോപ്പ്. 3 സ്ലൈഡുകളിലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് ഇവിടെ വരെ എത്തി. ഇനി നമ്മൾക്ക് ഈ റെക്കോർഡ് ചെയ്തതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽ എന്നുള്ള ടാബിൽ പോവാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് കാണാം. എക്സ്പോർട്ടിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ക്രിയേറ്റ് വീഡിയോ എന്ന് കാണാം. ക്രിയേറ്റ് വീഡിയോ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ ആദ്യത്തെ ടാബില് വീഡിയോ ക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അൾട്രാ HD വേണോ, ഫുൾ HD വേണോ, HD വേണോ, സ്റ്റാൻഡേർഡ് HD വേണോ? ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് HD ചൂസ് ചെയ്യുന്നു. അടുത്ത ടാബില് ഓപ്ഷൻസ്. ഇത് റെക്കോർഡ് ചെയ്തൊന്നും യൂസ് ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് PPT വീഡിയോ ഉണ്ടാക്കുക. അല്ല, അടുത്തതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ഒക്കെ യൂസ് ചെയ്യണം. മൂന്നാമത്തെ ആയിട്ട് കിടക്കുന്നത് റെക്കോർഡ് ടൈമിംഗ്. നമുക്ക് പുതിയതായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതിന്റെ പ്രിവ്യൂ വേണമെങ്കിൽ കാണാം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തതുകൊണ്ട് യൂസ് റെക്കോർഡഡ് ടൈമിങ്സ് ആൻഡ് നറേഷൻസ് ആഡ് ചെയ്തു. നൗ യു ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് പേര് കൊടുത്തത്. ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തു. സേവ്. നമുക്കിവിടെ കാണാൻ സാധിക്കും MP4 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു MP4 ഫോമാറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കത് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കൊണ്ട് ഡെസ്ക്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ടെസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു MP4 ഫോർമാറ്റിൽ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. Thanks.